ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോയമ്പിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് ഈ നാളുകളിൽ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവിനോട് കൂടുതൽ ഉൾച്ചേരുന്ന അനുഭവങ്ങളായി ഈ നോയമ്പിൻ്റെ നാളുകൾ ആയിത്തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അതിലെ 1-ാം വാക്യം, സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. മഹാത്മാഗാന്ധി തൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ ഇപ്രകാരം ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ പഠനകാലത്ത് ക്രൈസ്തവ മൂല്യങ്ങളിലും വിശ്വാസത്തിലും ആകർഷനായി ഒരു ക്രിസ്തീയ വിശ്വാസിയാകുവാൻ ഒരു ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ ദേവാലയത്തിനുള്ളിൽ ഗാന്ധിജിയോട് ആരോ വിളിച്ചു പറഞ്ഞു, നിനക്ക് ആരാധിക്കണമെങ്കിൽ നിന്റെ ആൾക്കാരുടെ അടുത്തേക്ക് പോവുക. ഗാന്ധിജി വളരെ മനോവ്യസനത്തോടെ ഇപ്രകാരം പറഞ്ഞു, ക്രൈസ്തവരിലും ഇത്തരം ജാതി ചിന്തയുണ്ടെങ്കിൽ ഞാൻ ഹിന്ദു മതത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവിടെ യാക്കോബ് തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്, യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. ഈ നോയമ്പിൻ്റെ നാളുകളിൽ ആത്മീയ വിശ്വാസ ജീവിതത്തിലൂടെ തെളിയിക്കുവാൻ യാക്കോബ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്. കേൾക്കുന്ന വചനങ്ങൾ വിശ്വാസ ജീവിതത്തിലൂടെ പ്രദർശിപ്പിക്കപ്പെടണം. വലിയ പാപങ്ങളൊന്നും നാം ചെയ്യുന്നുണ്ടായിരിക്കില്ല, എന്നാൽ മുഖപക്ഷം കാണിക്കുന്നുണ്ടെങ്കിൽ അത് പാപത്തിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുന്നവയാണെന്ന് യാക്കോബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മുഖപക്ഷം കാണിക്കാതെ ഇരിക്കണമെങ്കിൽ നാം എന്തൊക്കെ ചെയ്യണം? 2 ചിന്തകളാണ് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, വ്യവസ്ഥകളില്ലാതെ നമ്മെ സ്നേഹിച്ച ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നതിലൂടെ. ഒരു വ്യവസ്ഥയുമില്ലാതെ ഒരു മുഖപക്ഷവും കാണിക്കാതെയാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇത് വിശദമാക്കുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകുന്നു. ക്രിസ്തു എപ്രകാരം വ്യവസ്ഥകളില്ലാതെ നമ്മെ സ്നേഹിച്ചുവോ അപ്രകാരം നാമും വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കേണ്ടത് ആവശ്യമാകുന്നു. ക്രിസ്തു കൽപ്പനയും അതുതന്നെയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന്. രണ്ടാമതായി, ആന്തരികമായത് കാണുവാനുള്ള ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം. ഈ ലോകം പുറമേയുള്ള കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്, എന്നാൽ യഥാർത്ഥ ആത്മീയത സകലത്തെയും വിവേചിക്കുന്നു. മുഖപക്ഷം കാണിക്കാതിരിപ്പാൻ വ്യവസ്ഥമായത് കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. 1 ശമൂവേൽ 16 ശമൂവേൽ പ്രവാചകൻ യിശായിയുടെ ഭവനത്തിൽ ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ പോയതായി നാം വായിക്കുന്നു. പ്രവാചകന്റെ മുൻപിൽ മൂത്ത മകനെ യിശായിയെ കൊണ്ടുവന്ന് നിർത്തി. അവൻ പൊക്കമുള്ളവനും സുന്ദരനുമാണ്. അപ്പോൾ ശമൂവേലിന് തോന്നി, ഇവനെയാണ് യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന്. അവനെ കണ്ടപ്പോൾ ശമൂവേൽ പറഞ്ഞു, യഹോവയുടെ അഭിഷിക്തൻ ഇതാ. അപ്പോൾ കർത്താവ് പറഞ്ഞത്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത് എന്നാണ്. കാരണം യഹോവ ഹൃദയത്തെ നോക്കുന്നു. മുഖപക്ഷം കാണിക്കാതിരിക്കാൻ കഴിയണമെങ്കിൽ ആന്തരികമായത് കാണാനുള്ള ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം. ഇവിടെ 2 കാര്യങ്ങളാണ് നാം ധ്യാനിച്ചത്. മുഖപക്ഷം കാണിക്കാതിരിക്കാൻ, വ്യത്യസ്തതകളില്ലാതെ നമ്മെ സ്നേഹിച്ച ക്രിസ്തുവിനെ കൂടുതൽ ഉൾക്കൊള്ളാൻ. ആന്തരികമായത് കാണാനുള്ള ഉൾക്കാഴ്ച തരയണമേ എന്ന് പ്രാർത്ഥിക്കാം. മുഖപക്ഷമില്ലാതെ ജീവിക്കാൻ ഈ നോയമ്പിൻ്റെ നാളുകളിൽ നമുക്ക് ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വ്യത്യസ്തതകളില്ലാതെ ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ സുഖസ്ഥ പിതാവേ, മുഖപക്ഷമില്ലാതെ മറ്റുള്ളവരെ സ്നേഹിപ്പാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോകം ബാഹ്യമായത് മാത്രം നോക്കുമ്പോൾ ആന്തരികമായത് കാണുവാനുള്ള ഉൾക്കാഴ്ച ഞങ്ങൾക്ക് പകർന്നു തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.